നമസ്കാരം, ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടായിരത്തി 2026 ജൂലൈ മാസം 5-ാം തീയതി മുതൽക്ക് 11-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ആഴ്ചഫലം എല്ലാ രാശിക്കാരുടെയും നിരൂപണം ചെയ്യുകയാണ്. ഗൃഹസ്ഥിതി പറഞ്ഞാൽ ഗുരു, അതായത് വ്യാഴം കർക്കിടകത്തിലാണ്, ശനി മീനത്തിലും, രാഹു കുംഭത്തിലും, കേതു ചിങ്ങത്തിലുമാണ്, സൂര്യൻ മിഥുനത്തിലാണ്, കുജൻ ഇടവത്തിലാണ്, ശുക്രൻ ജൂലൈ 4 മുതൽക്ക് ചിങ്ങത്തിലാണ്. 4-ാം തീയതിയാണ് ശുക്രൻ കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് മാറുന്നു. ബുധൻ ജൂലൈ 7 വരെ കർക്കിടകത്തിലും തുടർന്ന് തിരിച്ച് വക്രത്തിൽ മിഥുനത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ഇതാണ് അതിലൊരു ഈ പറയുന്ന ബുധൻ്റെ വക്രഗതി, അതുപോലെ തന്നെ ശുക്രൻ കർക്കിടകം വിട്ട് ചിങ്ങത്തിലേക്ക് പോകുന്നതും ഒക്കെ കുറച്ച് എല്ലാവർക്കും പൊതുവായിട്ട് എല്ലാ രാശിക്കാർക്കും പൊതുവെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ശുക്രൻ ചിങ്ങത്തിലേക്ക് വരുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള ചില ആകർഷണശക്തി, അതുപോലെ സൃഷ്ടിപരത, ഇതൊക്കെ കൂടുതലാണ്. കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, പ്രണയം, മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വർദ്ധിക്കും. അത് ശക്തമാകും കൂടുതൽ. അതോടൊപ്പം തന്നെ കേതു കൂടെ ചിങ്ങത്തിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് ഉണ്ടെന്ന് തോന്നിക്കുകയും അത് പിന്നീട് അത് നഷ്ടപ്പെടുകയും ചെയ്യുന്നതായിട്ടുള്ള, അത് യഥാർത്ഥമല്ലാതായി തീരുകയും ചെയ്യുന്ന ഒരു കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബുധൻ വക്രഗതിയിൽ മിഥുനത്തിലേക്ക് മാറുന്നു എന്നുള്ളത് കൊണ്ട് മുൻപ് ചർച്ച ചെയ്തിരുന്ന കാര്യങ്ങളോ ഒക്കെ വീണ്ടും എടുത്തിടുക, അപ്പോൾ പഴയ ഫയലുകൾ വീണ്ടും തിരിച്ച് എടുക്കേണ്ടി വരിക, അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഒക്കെ വീണ്ടും, അതായത് പഴയ മറക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ വീണ്ടും പുനഃപരിശോധിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ വരുന്നു ചേരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറേ തെറ്റിദ്ധാരണയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത പൊതുവേ എല്ലാവർക്കും തന്നെ ഉണ്ട്. അതുകൊണ്ട് ജൂലൈ 5 മുതൽ 11 വരെ ഉള്ള കാലയളവിൽ പല രാശിക്കാരും പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, അല്ലെങ്കിൽ പുതിയത് തുടങ്ങുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഉള്ളതിനെ തിരുത്തി അഥവാ പുനഃപരിശോധിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കാദ്യം മേടക്കൂറിനെ നോക്കാം. അശ്വതിയും ഭരണിയും കാർത്തികക്കാലും ചേർന്നതാണ് മേടക്കൂറ്. 3-ാം ഭാവത്തിലാണ് സൂര്യൻ. അത് ധൈര്യവും പ്രവർത്തനക്ഷമതയും ഒക്കെ കൂട്ടുന്നു. മേലുദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ടുള്ള ആശയവിനിമയത്തിൽ ചെറിയ പിഴവുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നാം പറയുന്നതും മറ്റുള്ളവർ ധരിക്കുന്നതും മനസ്സിലാക്കുന്നതും തമ്മിൽ ചില വ്യത്യാസങ്ങളും ഒക്കെ വരാം. അതുകൊണ്ടുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളും, അതുപോലെ പ്രൊജക്റ്റിലും മറ്റുമൊക്കെ അത് പ്രതിഫലിക്കും. അതുകൊണ്ട് ചില പ്രൊജക്റ്റുകളൊക്കെ, പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങാതിരിക്കാനും പഴയവ വേണ്ട രീതിയിൽ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ധനപരമായിട്ട് വീട്, വാഹനം മുതലായിട്ടുള്ള കാര്യങ്ങളിൽ അത് ഉണ്ടാക്കുന്നതിനെപ്പറ്റി നൂതനമായിട്ട് എനിക്കൊരു പുതിയ വാഹനം വേണം, അല്ലെങ്കിൽ പുതിയ ഭൂമി വാങ്ങിക്കണം, വീട് മേടിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാവുകയും അതിനു വേണ്ടിയിട്ട് പണം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും. അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യപരമായിട്ട് ജോലിയിലും മറ്റുമൊക്കെ കുറച്ച് സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ട്. അത് വീട്ടിലേക്കും കൂടെ അത് കൊണ്ടുപോകാതിരിക്കാൻ, എന്ന് വെച്ചാൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള സമ്മർദ്ദങ്ങളുണ്ടാവാം. പ്രത്യേകിച്ച് BP ഒക്കെ ഉള്ളവർക്ക് അത് കൂടാൻ സാധ്യതയുണ്ട്. അതൊക്കെ തലവേദന മുതലായിട്ടുള്ളതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ വീട്ടിൽ കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ കുടുംബത്തിലെ ഗുരുജനങ്ങളായിട്ടുള്ള മൂത്ത ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ, അഥവാ അവരാൽ കിട്ടേണ്ട, അവരിൽ നിന്ന് കിട്ടുന്ന ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് കാണാം. കുടുംബകാര്യങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ പങ്ക് വഹിക്കേണ്ടതും ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറേണ്ടതായിട്ടും വരും. ഇതാണ് ഇവരുടെ സാമാന്യമായിട്ടുള്ള ഫലം. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ലഗ്നത്തിലാണ് ചൊവ്വ. അത് നിങ്ങളുടെ ഒരു ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുന്നുണ്ട്. ക്ഷമാശീലം കൈക്കൊള്ളണം. അല്ലെന്നുണ്ടെങ്കിൽ സഹപ്രവർത്തകർ നിങ്ങളുടെ ഒപ്പം ഒന്നിച്ച് പ്രവർത്തിക്കാൻ സജ്ജമാകാത്തത് കൊണ്ടുണ്ടാകാവുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാവുന്നതാണ്. നൂതനമായിട്ടുള്ള ബിസിനസ് സംരംഭങ്ങളോ അല്ലെങ്കിൽ പ്രവർത്തന മേഖലകളോ വികസിപ്പിക്കുന്നതിനേക്കാൾ പ്രധാനം അവരവർക്ക് ഇപ്പോൾ ഉള്ള ഒരു സംവിധാനത്തെ ബലപ്പെടുത്താൻ ഉള്ളത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ധനപരമായിട്ട് അനുകൂലമാണ്. പഴയ ചില കുടിശ്ശികകളും മറ്റുമൊക്കെ, അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ളത്, കുടുംബസ്വത്ത് മുതലായിട്ടുള്ള ഒക്കെ അതിൻ്റെ രേഖകൾ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മാറുകയും അഥവാ അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുകയും അനുകൂലമായിട്ട് വരികയും ചെയ്യും. തൊണ്ട
സംബന്ധിച്ച്, കഴുത്ത് സംബന്ധിച്ച്, ശിരസ്, അതുപോലെ പേശികൾ, കഴുത്തിലെ പേശികളും ഒക്കെ സംബന്ധിച്ചുള്ള ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ, അസ്വസ്ഥതകളുണ്ടാകാം. അങ്ങനെ രോഗങ്ങളുള്ളവർ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് സഹോദരന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ഉപദേശം അഥവാ നമ്മുടെ അഭിപ്രായം കുടുംബത്തിൽ അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇടവക്കൂറിന് ബുധനും വ്യാഴവും 3-ലാണ്. 4-ാം ഭാവത്തിലേക്ക് ശുക്രനും കേതുവും ഉണ്ട്. ഗണപതിയെ ഭജിക്കുക വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ ദുർഗാദേവിയെ ഭജിക്കുന്നതും ഗുണകരമായിട്ടുള്ള അനുഭവം ഉണ്ടാക്കുന്നതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർദത്തിൻ്റെ 1/4, 1, 2, 3 പാദങ്ങൾ ചേർന്നാണ് മിഥുനക്കൂറ്. ബുധൻ ലഗ്നത്തിലേക്ക് 2-ാം ഭാവം കർക്കിടകത്തിൽ നിൽക്കുന്ന ബുധൻ വക്രത്തിൽ വന്ന് വീണ്ടും ലഗ്നത്തിലേക്ക് മടങ്ങുന്നത് ചില പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാവുന്നത്. അത് ചിലപ്പോൾ നേരത്തെ എടുത്ത തീരുമാനങ്ങൾക്കൊക്കെ ചില മാറ്റങ്ങൾ നടത്തേണ്ടതായിട്ട്, അത് കൂടുതൽ ചർച്ചകൾ ചെയ്യേണ്ടതായിട്ട് വരും. അഥവാ ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നിരിക്കാം, ബിസിനസ്സിലോ ജോലിയിലോ ഒക്കെ ആണെങ്കിൽ. അതുപോലെ വീണ്ടും റെക്ടിഫൈ ചെയ്ത് നൂതനമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരാവുന്നതാണ്. പഴയ ചില തൊഴിലവസരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ചില ക്ലയൻസോ ഒക്കെ തിരിച്ചു വരാനും, പഴയ ചില ബിസിനസ് ബന്ധങ്ങളൊക്കെ തിരിച്ചു വരാനും ഒക്കെ സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് വലിയ നഷ്ടസാധ്യതകളൊന്നും കാണുന്നില്ല. അനാവശ്യമായിട്ടുള്ള ചിലവ് ചെയ്യൽ അത് കുറച്ച് നിയന്ത്രിച്ചാൽ മാത്രമേ ബാലൻസ് ചെയ്ത് പോവുള്ളൂ. ഉറക്കക്കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ അതിയായിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദവും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് നാഡീപരമായിട്ടുള്ള ചില രോഗങ്ങളോ സമ്മർദ്ദങ്ങളോ ഒക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് നമ്മുടെ വാക്ക് ദുർവ്യാഖ്യാനം ചെയ്യാൻ, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ ഇടയ്ക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റിദ്ധരിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് അവതാര വിഷ്ണു, അതായത് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായിട്ടുള്ള അല്ലെങ്കിൽ സന്താനഗോപാലൻ മുതലായിട്ടുള്ള അനവധിയുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള വിഷ്ണുവിൻ്റെ അഥവാ കൃഷ്ണൻ്റെ മന്ത്രങ്ങൾ ജപിക്കുക, അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുന്നതുമൊക്കെ കൂടുതൽ ഫലം ചെയ്യുന്നതായിട്ട് കാണാം. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ പാദവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകക്കൂറ്. ലഗ്നത്തിലെ ആണ് ഗുരു നിൽക്കുന്നത്. അവിടെ തന്നെ ബുധൻ ഉണ്ടായിരുന്നു. ആ ബുധൻ വക്രത്തിൽ 12-ലേക്ക് മാറുന്നുണ്ട്. അതുകൊണ്ട് ചില നേരത്തെ നമ്മൾ തുടങ്ങി വെച്ച ചില പദ്ധതികളൊക്കെ അത് പുനഃപരിശോധന ചെയ്യേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ അത് വീണ്ടും തുടങ്ങി വെച്ചത് ഒന്ന് മന്ദഗതിയിലായിട്ട് പിന്നടത്തേക്ക് മാറ്റി വയ്ക്കേണ്ടതായിട്ടും ഒക്കെ വന്നേക്കാം. അതൊരു പരാജയമായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. അത് കുറച്ചുകൂടെ ആസൂത്രിതമായിട്ട് ചെയ്യാനുള്ള ഒരു ടൈം ലാഗായിട്ട് വിചാരിച്ചാൽ മതിയാവും. വരുമാനം ഒക്കെ സ്ഥിരമായിട്ട് തന്നെ ഉണ്ടാകും. അനാവശ്യമായിട്ടുള്ള ആഡംബര ചെലവുകൾ ഒക്കെയുള്ള പ്രേരണയുണ്ടാകും. അത് കുറച്ച് കുറയ്ക്കുക. അത് അങ്ങനെയാണെങ്കിൽ വരുമാനവും ചിലവും ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് മാനസികമായിട്ടുള്ള ഒരു ശ്രമം ആവശ്യമാണ്. അമിതമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ പലതും ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. തൻ്റെ ചുമതലയിലേക്ക് വന്നു വീഴും. എങ്കിലും അത് തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രം ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് കുടുംബത്തിൻ്റെ പിന്തുണ ലഭിക്കും. സമാധാനത്തോടു കൂടിയുള്ള അന്തരീക്ഷമായിരിക്കും കുടുംബത്തിലുണ്ടാകുന്നത്. ഇവർക്കും ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഭദ്രകാളിക്ക് പൂജ നടത്തുക, അങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിക്കുക, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോവുക. അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വൈഷ്ണവമായിട്ടുള്ള പൂജകളോ മന്ത്രജപങ്ങളോ ഒക്കെയും ഫലം ചെയ്യുന്നതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. മകവും പൂരവും ഉത്രത്തിൻ്റെ 1-ാം പാദവും ചേർന്നതാണ് ചിങ്ങക്കൂറ്. ലഗ്നത്തിലേക്ക് ശുക്രൻ വരുന്നത് അനുകൂലമായിട്ടുള്ള ചില ഫലങ്ങളുണ്ടാക്കും. അവിടെ കേതു ഉണ്ടെങ്കിൽ പോലും കൂടുതൽ നിങ്ങളുടെ ആകർഷണീയത സമൂഹത്തിൽ വർദ്ധിക്കുന്നതായിട്ട് കാണാം. കേതു ലഗ്നത്തിലുണ്ട് എന്നുള്ളതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും നമ്മുടെ അവതരണങ്ങളിൽ, അതായത് ഇപ്പോൾ സ്റ്റേജ് പെർഫോമൻസ് നടത്തുന്നവർ, അല്ലെന്നുണ്ടെങ്കിൽ ഈ കലാരംഗത്തിൽ ഉള്ളവർ, പൊതുജീവിതത്തിൽ രാഷ്ട്രീയം മുതലായിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ശുക്രൻ്റെ ഈ ലഗ്നത്തിലേക്കുള്ള വരവ് അനുകൂലമാണ്. അവിടെ ചില ചതികളോ അല്ലെന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടായേക്കാം. കേതു അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട്
അതേപോലെ തന്നെ ധനപരമായിട്ട് ചിലവ് കുറച്ച് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കോ ആഡംബര വസ്തുക്കൾക്കോ ഒക്കെ വേണ്ടിയിട്ട്, വസ്ത്രം, ആഭരണം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, സൗന്ദര്യ പരിപാലനം, മറ്റ് വിനോദ കാര്യങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള ചിലവുകൾ കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവേ ആരോഗ്യ മെച്ചം തന്നെയായിരിക്കും. മറ്റേ ഷുഗർ കംപ്ലൈൻ്റ് ഉള്ളവർ കുറച്ചൊന്ന് സൂക്ഷിക്കണം, അത് കൂടാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കുടുംബങ്ങളുടെ പൊതുവേ ഇത്രയും നാളും അവഗണിക്കപ്പെട്ടിരുന്ന അതാണെങ്കിൽ, അഥവാ ശ്രദ്ധ കുറവ് വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട്, കുടുംബത്തിലെ ഒരു പ്രധാനിയായിട്ട് വിചാരിക്കാൻ തുടങ്ങും ശുക്രൻ്റെ ആഗമനത്തോട് ഈ ലഗ്നത്തിലേക്കുള്ള വരവോടുകൂടി. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേണ്ടത്ര കേൾക്കുകയും അതിന് കൂടുതൽ ബലമുണ്ടാവുകയും സ്വീകാര്യത ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണാം. ലഗ്നത്തിൽ കേതുവും ശുക്രനുമാണ്. ഗണപതി പൂജ ചെയ്യുന്നതും ഗണേശ മന്ത്രം ജപിക്കുന്നതും ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗണപതി ഹോമം നടത്തുന്നതും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഫലം ഇവർക്ക് ചെയ്യുന്നതാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൻ്റെ ഉത്തരത്തിൽ മുക്കാൽ, അവസാനത്തെ 3 പാദങ്ങൾ അത്തവും ചിത്തിരയുടെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. വക്രഗതിയിൽ ആണ് ബുധൻ എന്നുള്ളത് കൊണ്ട് തൊഴിൽ രംഗത്തിൽ പല കാര്യങ്ങളും ഒന്ന് വന്നു എന്ന് തോന്നിയിട്ട് വീണ്ടും അത് ഇല്ലാതെയാകുന്നതായിട്ടോ മുടങ്ങുന്നതായിട്ടോ ഒക്കെ കാണാവുന്നതാണ്. പക്ഷേ എന്താണെങ്കിലും അത് പിന്നീട് അത് ഗുണത്തിന് വേണ്ടിയിട്ടാണ്, താൽക്കാലികമായിട്ടുള്ള ഒരു ലാഗ് ഉണ്ടാകും എന്നുണ്ടെങ്കിലും അത് നമുക്ക് വീണ്ടും പഴയ പദ്ധതികൾ പിന്നീട് ഗുണപ്രദമായിട്ട് വരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ലാഭഭാവത്തിലേക്ക് ശക്തമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും. സുഹൃത്തുക്കൾ വഴിയായിട്ടും ഒക്കെയുള്ള പുതിയ അവസരങ്ങളും ധനകാര്യത്തിൽ ഉണ്ടാകുന്നതാണ്. പൊതുവെ ആരോഗ്യം മെച്ചം തന്നെയാണ്. ഉറക്കക്കുറവ് കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതൊഴിച്ചാൽ മറ്റ് ആരോഗ്യ വിഷയങ്ങളിൽ അധികം ആശങ്കകൾ ഉണ്ടാകേണ്ട കാര്യമില്ല. കുടുംബത്തിലും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമാണ്. ഇവിടെ 11ാം ഭാവത്തിൽ വ്യാഴമാണ്. പൊതുവെ ഈശ്വരാനുഗ്രഹം ഉള്ള കാലമാണ്. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശാസ്താവിന് പൂജ കഴിക്കുക, അതുപോലെ തന്നെ ഭദ്രകാളിയുടെ മന്ത്രം ജപിക്കുകയോ ക്ഷേത്ര ദർശനം നടത്തുക മുതലായിട്ടുള്ള അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭജനം നടത്തുന്നത് നല്ലതാണ്. വിഷ്ണു ക്ഷേത്രത്തിലും അഥവാ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വഴിപാടുകൾ കഴിക്കുകയോ ദർശനം നടത്തുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള ഫലം തരാൻ നല്ലതാണ്. അടുത്തത് തുലാക്കൂറാണ്. ചിത്തിരയുടെ അവസാനത്തെ 2 പാദവും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും 1ഉം 2ഉം 3ഉം പാദങ്ങളും ചേർന്നതാണ് തുലാക്കൂറ്. 10ാം ഭാവത്തിലാണ് വ്യാഴം. അത് പ്രവർത്തന മണ്ഡലത്തിൽ, അതായത് തൊഴിൽ മേഖലയിൽ പൊതുവെ പുരോഗതി നൽകുന്നതാണ്. മേലുദ്യോഗസ്ഥന്മാരുടെയും മറ്റുമൊക്കെ വിശ്വാസം പിടിച്ചു പറ്റാനും, അതുപോലെ നമ്മുടെ കർമ്മം ചെയ്തതിൻ്റെ പേരിൽ അത് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. ബിസിനസ്സും മറ്റുമൊക്കെ ആണെങ്കിൽ പ്രവർത്തന മേഖല പുഷ്ടിപ്പെടും. അതുപോലെ തന്നെ ടീം വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുകയും അതുമൂലം ലാഭമുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതാണ്. ധനപരമായിട്ട് വരുമാനം കൂടുതൽ മെച്ചപ്പെടുന്നതായിട്ട് കാണാം. കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചിലവുകൾ കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വേണ്ടതുപോലെ ബാലൻസ് ചെയ്ത് ഇക്വൈറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യത്തിന് വലിയ തെറ്റൊന്നും വരാൻ സാധ്യതയില്ല. സമ്മർദ്ദം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. വ്യായാമവും ഉറക്കവും വേണ്ടത്ര സമയമെടുത്ത് ചെയ്യേണ്ടതാണ്. കുടുംബപരമായിട്ട് ഒരേ സമയം പ്രവർത്തനം മെച്ചപ്പെടും. അതോടൊപ്പം തന്നെ കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നു എന്നുള്ളതിൻ്റേതായിട്ടുള്ള ചില വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബ വിഷയങ്ങളിലേക്ക് വേണ്ടത്ര സമയം ചെലവഴിക്കാനും അതുണ്ട് എന്ന് കുടുംബത്തിലുള്ളവർക്ക് തോന്നത്തക്ക വിധത്തിൽ പെരുമാറാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ളതിലേക്ക് കർമ്മഭാവത്തിലുള്ള ബുധനെ കൊണ്ടും വ്യാഴത്തിനെ കൊണ്ടും വൈഷ്ണവമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുക, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക, അതുപോലെ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ഭദ്രകാളിക്ക് പൂജ നടത്തുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തരും. ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള നിവേദ്യ സഹിതമായിട്ടുള്ള വഴിപാടൊക്കെ കഴിക്കുന്നതും അനുകൂലമായിട്ടുള്ള ഫലം നൽകുന്നതിന് നല്ലതാണ്. അടുത്തൊരു വൃശ്ചികക്കൂറാണ്. വിശാഖം കാല്, അതായത് വിശാഖത്തിൻ്റെ അവസാനത്തെ 1 പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികക്കൂറ്.
9-ാം ഭാവത്തിലെ വ്യാഴം പല നല്ല അവസരങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കും. വിദേശ സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർ, അതുപോലെ തന്നെ പഠനം, ഉയർന്ന പഠനത്തിന് വേണ്ടി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ, പരിശീലനത്തിനും ഗവേഷണത്തിനും ഒക്കെ വേണ്ടി പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവർക്കൊക്കെ വലിയ നേട്ടം ആണ് ഉണ്ടാകുന്നത്. യാത്രകളുമായി ബന്ധപ്പെട്ട അഥവാ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഉള്ള ചില ചിലവുകൾ ഉണ്ടാകും. ആ അങ്ങനെയുള്ള ധനം വിനിയോഗം ചെയ്യുന്നത് താൽക്കാലികമായിട്ട് നഷ്ടമെന്ന് തോന്നിയാൽ പോലും അത് ഭാവിയിലേക്ക് ഒരുപാട് നേട്ടം ഉണ്ടാക്കുന്നതാണ് അങ്ങനെയുള്ള ചിലവുകളൊക്കെ. ആരോഗ്യം സംബന്ധമായിട്ട് വയറ് സംബന്ധിച്ചുള്ളതായിട്ടുള്ള പ്രശ്നങ്ങൾ, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് യാത്രാ സമയത്തും മറ്റുമൊക്കെ ശരിയല്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകാവുന്ന ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ പിതൃക്കളുടെ അഥവാ പിതാമഹൻ, പിതാമഹി, മാതാമഹി മുതലായിട്ടുള്ള പിതൃജനങ്ങളുടെ, ഗുരുക്കന്മാരുടെ ഒക്കെ അനുഗ്രഹവും പിന്തുണയും, പ്രത്യേകിച്ച് നൂതന സംരംഭങ്ങൾക്കൊക്കെ അവരുടെ അനുഗ്രഹവും ഒക്കെ വേണ്ടവർക്ക് അത് ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശനി ക്ഷേത്രത്തിൽ അഥവാ നവഗ്രഹ ക്ഷേത്രത്തിൽ സൂര്യനും ശനിക്കും വഴിപാട് കഴിക്കുക. അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുക. നിത്യേന സഹസ്രനാമാദി വൈഷ്ണവ മന്ത്രങ്ങൾ ജപിക്കുക. ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലം കിട്ടുന്നതാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിന് അഷ്ടമത്തിലാണ്. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല്, ഇങ്ങനെയാണ് ധനുക്കൂറ്. അവർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം. ജോലിയിലും അല്ലെങ്കിൽ അവരവരുടെ പ്രൊഫഷനിലും ഒക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തേണ്ട കാര്യങ്ങൾ ആയിരിക്കും. നിങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്താണ് പല മാറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതൊക്കെ വേണ്ടത്ര ശ്രദ്ധയോടുകൂടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രതികൂലമായിട്ട് സംഭവിക്കും. പലപ്പോഴും അതിനെ നേരിട്ട് എതിർക്കാതെ അതിനെ വേണ്ട രീതിയിൽ സംയമനത്തോടു കൂടി സ്വീകരിക്കുന്നതായിരിക്കും തൽക്കാലത്തേക്ക് ഗുണം ചെയ്യുക. ധനപരമായിട്ട് നമുക്ക് ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ടുള്ള ടാക്സ് കൊടുക്കേണ്ടി വരിക, അല്ലെന്നുണ്ടെങ്കിൽ ചില ലെവീസ് മുതലായിട്ടുള്ളവയോ, അല്ലെങ്കിൽ ചില ക്ലെയിംസ്, നമ്മുടേതായിട്ടുള്ള ചില ക്ലെയിംസും മറ്റുമൊക്കെ പാസ്സാവാതിരിക്കുക, പ്രത്യേകിച്ച് ഇൻഷുറൻസ് മുതലായിട്ടുള്ള മേഖലകളിൽ നിന്ന് ഇതൊക്കെയും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വായ്പ തിരിച്ചടവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ധനപരമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ട് ദഹന പ്രക്രിയയ്ക്ക് തടസ്സം നേരിടാം. ചില വിഷത്തോടു കൂടിയ ഭക്ഷണം ഒക്കെ കഴിക്കുന്നു എന്നുള്ളത് കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാവത്തക്ക വിധത്തിലുള്ള സംസാരവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങൾ മാറ്റുവാൻ തുറന്ന ഒരു സംവാദം വേണം. എല്ലാവരുമായിട്ട് വേണ്ടത്ര രീതിയിൽ വേണ്ട പോലെ ഉള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശാസ്താഭജനം അത്യന്താപേക്ഷിതമാണ്. ശാസ്താവിനെ ഭജിക്കുക, അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ എല്ലാ ഗ്രഹങ്ങൾക്കും യഥാശക്തി വഴിപാടൊക്കെ കഴിച്ച് പ്രദക്ഷിണമൊക്കെ ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അലങ്കാര വസ്തുക്കൾ സമർപ്പിക്കുക, അന്നദാനം നടത്തുക. ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലം കിട്ടാൻ നല്ലതാണ്. അടുത്തത് മകരക്കൂറാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. ഇവർക്ക് പങ്കാളിത്തത്തോടുകൂടി ജോലിയിലാണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ്സിലാണെങ്കിലും പങ്കാളിത്തത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും ഒക്കെ അനുകൂലമായിട്ടുള്ളതാണ്. ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് അല്ലെന്നുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒരു ടീം ആയിട്ടുള്ള ജോലി, ഇങ്ങനെയുള്ളവർക്ക് ഇതിൽ കൂടിയാണ്, ഈ പങ്കാളിത്തത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിൽ നിന്നാണ് കൂടുതൽ മെച്ചം ഉണ്ടാകാൻ സാധ്യത ഉള്ളത്. അവരുടെ ക്ലയൻസുമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കസ്റ്റമറുമായിട്ട്, ഇടപാടുകാരുമായിട്ടും ഒക്കെയുള്ള ബന്ധങ്ങൾ മുൻപ് ചില വിച്ഛേദം വന്നു പോയിട്ടുള്ള ചില ബന്ധവിച്ഛേദങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിയോജിപ്പിക്കാനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തികമായിട്ട് അനുകൂലം തന്നെയാണ്. സ്ഥിരതയുണ്ട്. സാമ്പത്തികത്തിന്, വരുമാനത്തിന് സ്ഥിരതയുണ്ട്.
ചില മുൻപ് ഉണ്ടായ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവസരം കിട്ടുന്നതാണ്. ആരോഗ്യപരമായിട്ട് മറ്റ് രോഗങ്ങൾക്കോ ഒന്നും സാധ്യത കാണുന്നില്ല. ആരോഗ്യം പൊതുവെ മെച്ചം എന്ന് തന്നെ പറയാൻ സാധിക്കുന്നതാണ്. കുടുംബ ബന്ധങ്ങളിലും ഒക്കെ ഊഷ്മളത ഉണ്ടാവും. അടുപ്പവും ഒക്കെ കൂടുതലായിട്ടുണ്ടാവുന്നതായിട്ട് അനുഭവപ്പെടുന്നതാണ്. ഇവരൊക്കെ ഒരു ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബുധനെ പ്രാധാന്യപ്പെടുത്തിക്കൊണ്ടും നവഗ്രഹങ്ങൾക്ക് വഴിപാട് കഴിക്കുകയും നവഗ്രഹങ്ങൾക്ക് പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. വിശേഷേണ വ്യാഴത്തിനും ബുധനും ശനിക്കും വഴിപാടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശാന്തിഹോമങ്ങളൊക്കെ നടത്തുകയും നവഗ്രഹ സ്തോത്രങ്ങൾ സ്വയമേവ പഠിച്ച് പാരായണം ചെയ്യുന്നതുമൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യുന്നതാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിന് അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദവും ചതയവും പൂരൂരുട്ടാതി 1, 2, 3 പാദങ്ങളും ചേർന്നതാണ് കുംഭക്കൂറ്. ഇവർക്ക് ലഗ്നത്തിൽ രാഹുവാണ്. അതുകൊണ്ട് പലതരത്തിലുള്ള ആശയങ്ങളും അവരുടെ മനസ്സിലേക്ക് വരാം. അതൊക്കെ ഓരോ ആശയങ്ങളും ഓരോ പുതിയ സംരംഭങ്ങളും ഒക്കെ വേണ്ടത്ര ചിന്തിച്ചിട്ട് അത് പ്രായോഗികമാണോ എന്ന് ചിന്തിച്ച് അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായിട്ട് മാത്രമേ പുതിയ പദ്ധതികളിലേക്ക് എടുത്തു ചാടുകയോ പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയോ ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. മത്സര പരീക്ഷകളിലും മറ്റുമൊക്കെ ഉള്ളവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട് അല്ലെങ്കിൽ ജോലി മാറാൻ ശ്രമിക്കുന്നവർക്ക് അതൊക്കെ കുറച്ചൊരു അനുകൂലമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ധനം സംബന്ധിച്ച് മെച്ചപ്പെടും. പൊതുവെ കടബാധ്യതകളൊക്കെ കുറയാനും സാധിക്കുന്നുണ്ട്. ആരോഗ്യം പൊതുവെ അനുകൂലം തന്നെയാണ്. മറ്റ് രോഗങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. എന്നാൽ മാനസിക സംഘർഷങ്ങളുണ്ടാകാം. പല ജോലി മാറ്റമോ സ്ഥാനചലനമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. അഥവാ അങ്ങനെയുള്ള ഭീതി ഉണ്ടായേക്കാം. അതുകൊണ്ടുണ്ടാകുന്ന ചില സ്ട്രെസ്സും ഒക്കെ ഇവരെ ബാധിക്കാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബം നിങ്ങളുടെ ഒരു പ്രസൻസ് കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു സമയമാണ്. അത് മനസ്സിലാക്കി അവരോടൊപ്പം സമയം ചെലവിടാൻ കണ്ടെത്തേണ്ടതാണ്. ഇവർ ഈ കുംഭക്കൂറുകാർക്ക് ശനീശ്വരനെ പൂജിക്കുക അഥവാ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക, എള്ള് പായസം നടത്തുക, എള്ള് കൊണ്ടുള്ള നീരാജനം നടത്തുക, ഇതൊക്കെയും നല്ല ഫലങ്ങൾ തരുന്നതാണ്. വിശേഷേണ ശിവക്ഷേത്രത്തിലെ ധാരയും അവിടെ നിവേദ്യസഹിതമുള്ള വഴിപാടും അന്നദാനവും ഒക്കെ ചെയ്യുന്നതും അനുകൂലമായിട്ടുള്ള ഫലം നൽകുന്നതാണ്. അടുത്തത് നമുക്ക് മീനക്കൂറാണ്. മീനക്കൂറിന് പൂരൂരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനക്കൂറ്. ലഗ്നത്തിലെ ശനി നമ്മുടെ ക്ഷമയെ പലപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ പറയണം, 5-ാം ഭാവത്തിലെ വ്യാഴം എപ്പോഴും എല്ലാ കാര്യത്തിലും സംരക്ഷണം നൽകുന്നുമുണ്ട്. വിദ്യാഭ്യാസം സംബന്ധിച്ചോ ട്രെയിനിങ്, പരിശീലനം, അതുപോലെ സൃഷ്ടിപരമായിട്ടുള്ള എഴുത്തുകുത്തുകൾ, മുതലായിട്ടുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ, അതുപോലെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതോ വിദ്യാഭ്യാസ കാര്യങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം ഈ വ്യാഴം ഉണ്ടാക്കി തരുന്നതാണ്. ഓരോ പുതിയ നൂതനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലുപരിയായിട്ട് അവനവൻ ചെയ്തു വന്നിരുന്നതായിട്ടുള്ള പ്രവർത്തനയെ ഏകോപിപ്പിച്ച് അതിനെ വേണ്ട രീതിയിൽ ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം ഈ സമയത്ത്. ധനപരമായിട്ട് ദീർഘകാലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അതിന് വേണ്ടിയിട്ടുള്ള പണം ചിലവ് ചെയ്യുന്നത് അനുകൂലമായിരിക്കും. താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള പണം ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് നേട്ടം ലഭിക്കാൻ സാധ്യതയില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് നഷ്ടം ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് ശരീരത്തിന് അത്ര സുഖകരമായിട്ടുള്ളൊരവസ്ഥയല്ല. എപ്പോഴും പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളും പേശി സംബന്ധമായിട്ടും അല്ലെങ്കിൽ ജോയിൻ്റ് സംബന്ധമായിട്ടും ഒക്കെയുള്ള ചില വേദനകളും രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ കുട്ടികൾ വഴി പല നേട്ടങ്ങളും, അഥവാ കുട്ടികൾ നമുക്ക് സന്തോഷം തരുമാറ് ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അവരുടെ അംഗീകാരം കൊണ്ട് കുടുംബത്തിൽ സന്തോഷം കൂടുതലുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് ശനീശ്വര ഭജനം, ശാസ്താഭജനം, ശിവഭജനം ഇതൊക്കെ അത്യന്താപേക്ഷിതങ്ങളാണ്. കണ്ടകശനിയും ഏഴശനിയും മാറുന്ന കാലത്തോളം വിശേഷേണ ഈ പറഞ്ഞ കാര്യങ്ങൾ ശനി ഭജനം അല്ലെങ്കിൽ ശാസ്താഭജനം ചെയ്തിരുന്നത് വളരെ ഉത്തമമാണ്. വിശേഷേണ 5-ാം ഭാവത്തിലുള്ള വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും സ്വാധീനം പ്രത്യേകം കണക്കിലെടുത്ത് വിഷ്ണുവിനെ അഥവാ ശ്രീരാമനെ ഒക്കെ പൂജിക്കുക, അങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിക്കുക, അത് നിത്യ പാരായണത്തിൽ ഉൾപ്പെടുത്തുക, ഇതൊക്കെ നല്ല ഫലങ്ങൾ ചെയ്യാൻ അതുകൊണ്ട് പല നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്.
നമസ്കാരം.